ഞാൻ അൻവർ ടോറിനോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേണുഗോപാൽ സാറിൻ്റെ അടുത്താണ്. ബാങ്ക് റിട്ടയർമെൻറ്റിന് ശേഷം കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് സാറ്. ഇത് പെരുങ്കളത്താണ്. സാറേ, എന്തൊക്കെയാണ് വിശേഷം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ നല്ലത്. ഓക്കെ. പിന്നെ എനിക്ക് പണ്ടേ കൃഷിയോട് വല്ലാതെ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. ഓക്കെ. അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ സമയം വെറുതെ കളയേണ്ട, മൊബൈലും ടി വി ആയിട്ട് കളയേണ്ട എന്നുള്ള ആ ഒരു ധാരണയിൽ കൃഷിയിലേക്ക് കൃഷി പണ്ടും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് അപ്പോൾ അതിൽ ഒരു പുതിയ രീതി തുടങ്ങാന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടാണ് ഈ കോൺക്രീറ്റ് കാലുകളിൽ ചെയ്യാനുള്ള പരിപാടി ചെയ്തത്. പിന്നെ ഒന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് PVC പൈപ്പാണ്. പക്ഷെ PVC പൈപ്പിന് ഒരുപാട് എക്സ്പെൻസീവ് ആണ്. ഒരു പൈപ്പിന് ഒരു 2000 രൂപയ്ക്ക് താഴെ വരും നമ്മളതിൻ്റെ ഇൻസ്റ്റലേഷൻ ബാക്കി എല്ലാം കൂടെ വരുമ്പോൾ. അതേ സമയത്ത് അതിൻ്റെ ഒരു 60% നമുക്ക് ഇത് ഒതുക്കാം. പിന്നെ കുറച്ചുകൂടെ വലുപ്പം കൂടുതൽ. മറ്റേത് 4 ഇഞ്ച്, ഇത് 6 ഇഞ്ചാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെ പൈപ്പ് തന്നെ ചൂസ് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള കാരണം? ഒന്നാമത്തേത്, ഞാൻ ആ പൈപ്പ് നിർമ്മാണശാലേന്റെ തൊട്ടടുത്തായിട്ട് എനിക്ക് വേറൊരു സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ അവിടെ വന്നപ്പോൾ ഇത് കാണാനിടയായി. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു, ഇതിന് അവിടെ 1-2 പൈപ്പിൽ ചെയ്തത് ഞാൻ കാണുകയും ചെയ്തു. അപ്പോ പിന്നെ ഒരു പുതിയ തരത്തിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ള കുമ്പുക്കൽ എന്ന് പറയുന്ന ഒരു ഇനം പിന്നെ കോട്ടയം ഭാഗത്തു നിന്നാണ് കൊണ്ടുവന്നത്. കോട്ടയം ഇടുക്കി ഭാഗത്തുനിന്ന് മറ്റേ ജോർജ്. പക്ഷെ അതിനുള്ള അവര് ഇൻസിസ്റ്റ് ചെയ്യുന്നത് PVC ചെയ്യണം എന്നാണ്. പക്ഷെ ഞാൻ അത് അല്ലാതെ ഞാൻ എന്റെ സൊല്യൂഷന് ഞാൻ അവരെ പോയി കണ്ടിരുന്നു. അവര് എല്ലാ രീതിയിലും അവര് ചെയ്തിട്ടുണ്ട്. മരത്തിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏതാണ് ലാഭകരം എന്ന് പറയാനായിട്ടില്ല എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അവരും ഇതേ ഇനീഷ്യൽ സ്റ്റേജിലാണ്. 2-3 വർഷമായിട്ട് തുടങ്ങിയിട്ട് സ്ഥലം ഒരുപാട് കുറച്ച് മതി. നമ്മൾ മരത്തിലാണെങ്കിൽ ഇതിന്റെ ഈ ഡിസ്റ്റൻസ് അല്ല വരിക. ഓരോ മരം തമ്മിലും വലിയ ഇലകൾ ഒരു 2 അടി 3 അടി വ്യത്യാസത്തിൽ വർഷത്തിൽ 2-3 തവണ ഇതിന്റെ ഇല വെട്ടിയിറക്കണം. കുരുമുളകിന് നല്ല വെയിൽ കിട്ടണം. അപ്പൊ അതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മൾ ചെയ്യുന്ന വളത്തിന്റെ ഭൂരിഭാഗവും ഈ തടി വലിച്ചെടുക്കുക ചെയ്യുക. അപ്പൊ ഇതിന് നമുക്ക് നേരിട്ട് തന്നെ കുരുമുളകിന് തന്നെ മാത്രമേ കിട്ടുള്ളൂ ഈ വളം. പിന്നെ നമുക്ക് മെയിൻ്റനൻസും എല്ലാം കുറെ കൂടെ സൗകര്യമാണ്. പിന്നെ ഈ കുറഞ്ഞ സ്ഥലമുള്ളവർക്കും ചെയ്യാം. ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രം കുറച്ച് കൂടുതൽ വരും. ഈ പോസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ പൈപ്പ് ചെയ്തത്? അടിയിൽ ആദ്യം ഒരു പീസ് എടുത്തിട്ട് ഒരു 2.5 അടി ഹൈറ്റ് വരെ അടിയിൽ കമ്പി L ഷേപ്പിൽ വളച്ചിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തു. അത് ഉറച്ച ശേഷം ആ പോർഷൻ, അതായത് ഹാഫ് പോർഷൻ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തു. വീണ്ടും ഒരു കമ്പി കൂടെ കൊടുത്തിട്ട് അതിൽ നിന്നുള്ള ആ കമ്പി എക്സ്റ്റെൻഡ് ചെയ്ത് അതിന്റെ മുകളിൽ കൂടെ മറ്റേ പൈപ്പ് കൂടെ ഇറക്കി കമ്പിന്റെ പകരം മുളാക്കി കൊടുത്തു. അപ്പൊ കുറെ കോൺക്രീറ്റും ലാഭാണ്, കമ്പിയും ലാഭാണ്. കുത്തനെ നിൽക്കുന്ന കാറ്റ് പിടിക്കില്ല. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം അവിടെ പോയെടുത്ത് 10 അടി പൈപ്പാണ് കൊടുത്തത്. അതിൽ 1.5 അടി പോലെ താഴെ ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി 8 കിട്ടുള്ളൂ. ബാക്കി 8 ആവുമ്പോ ചെറിയ ഹൈറ്റിൽ ഇങ്ങനെ പറിക്കാലോ. നമ്മള് 7 അടിന്റെ ലാഡർ വെച്ചിട്ട് അതിന്റെ മുകളിൽ വരെ കിട്ടും. സ്ഥലം വെറുതെ ആകാശത്തൊക്കെ ഉള്ളത് വെറുതെ പോകും. പരമാവധി എത്രത്തോളം നീളം കിട്ടും അത്രത്തോളം 20-25 അടി ഹൈറ്റിലൊക്കെ സുഖമായിട്ട് കുരുമുളക് കയറും. പിന്നെ പറിക്കാന്നുള്ള ബുദ്ധിമുട്ടാണല്ലോ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും പുതിയ ബ്രാഞ്ച് അതോടുകൂടെ ഇത് കംപ്ലീറ്റ് കവർ ചെയ്തു. വായ വെച്ചു കൊടുക്കാൻ കാരണം ഇതിന് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക്. ഇപ്പോ പിന്നെ നട്ട് സമയം ജനുവരി ഫെബ്രുവരിയിലാണ്. ആ സമയത്ത് നല്ല വെയിലായി. ഒരു ഷെയ്ഡ് കൊടുത്തേ പറ്റൂ. അപ്പൊ അത് ഇത് 1 കൊല്ലം കൊണ്ട് വാഴ പോകും. വാഴ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇതിന് നല്ല വെയിലായിരിക്കും. ഇപ്പൊ എത്ര തൈകളൊക്കെ വെച്ചിട്ടുണ്ട്? ഇപ്പൊ ഇത് 110 തൈകൾ ഇവിടെ ഉണ്ട്. അവിടെയുണ്ട് 110 തൈ അവിടെയും വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് മെയിൻ്റനൻസിന് നിങ്ങൾ തന്നെയാണോ ഇറങ്ങുന്നത് അല്ലെങ്കിൽ പണിക്ക് ആളെ വെക്കും? അല്ലാത്ത ഈ ചെറിയ നനക്കിയ അതുപോലെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ തന്നെ സമയം ചെലവഴിക്കാന്നുള്ളതാണല്ലോ മെയിനായിട്ട്. പൈപ്പ് ചൂസ് ചെയ്തായിരുന്നു ഈ കൃഷി ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനും വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രചോദനമാണ് സാറിന് നൽകാനുള്ളത്? എനിക്ക്
ഇതേപോലെ നമ്മൾ ഒരുപാട് പൈസ ചെലവാക്കി ചെയ്യുന്നതിനേക്കാളും പ്രായോഗികമായിട്ടുള്ള കുറച്ചുകൂടെ നല്ല രീതികൾ ഇതേപോലെ അവലംബിക്കുന്നതാണ് നല്ലത്. അതിൽ നിങ്ങളെ സഹകരണം എനിക്ക് വളരെ നന്നായി കിട്ടി. കാരണം ഞാൻ ഓർഡർ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ സൈറ്റിൽ ഈ സാധനം ഇറക്കി തന്നു. അത് 2 ടൈപ്പ് സെക്കൻഡ്സും വാങ്ങി, ഫസ്റ്റ് ക്വാളിറ്റിയും വാങ്ങി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് പൈസ ലാഭം വന്നു. പിന്നെ സമയത്ത് ചെയ്യാൻ പറ്റി. നമ്മൾ എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. ഓരോന്നും ടൈമിന്, പ്രത്യേകിച്ച് കൃഷി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾ ടൈമിൽ ചെയ്യേണ്ടതാണ്. അപ്പൊ അത് നിങ്ങൾ സഹകരണം എനിക്ക് വളരെ നന്നായി കിട്ടി. അപ്പോൾ എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. പിന്നെ പൈപ്പിന്റെ വിശേഷങ്ങളും കുരുമുളക് ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ ബന്ധപ്പെടുക. നമ്മളെ ബന്ധപ്പെടാനുള്ള നമ്പർ തരാം, 9447603434. നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും പൈപ്പ് സപ്ലൈ ചെയ്യുന്നതാണ്.